എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് ഇച്ചിരി തോർച്ചയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഒരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുക കേട്ടോ. അപ്പോൾ പോയി പിന്നെ കുറേ ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ മേടിച്ചു. ദേ ഈ എടുക്കുന്നത് കുമിളാണ് കേട്ടോ, മഷ്റൂം. അപ്പം നല്ലത് നോക്കി എടുക്കുകയാണ്. അപ്പം നമ്മൾ കുറേ വീട്ടു സാധനങ്ങൾ, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ കുറച്ച് കമ്മലൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ 1-2 ഡ്രസ്സ്, ഇതൊക്കെയായിരുന്നു സാധനങ്ങൾ, മേടിച്ച സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്തെടുക്കുകയാണെന്ന് ഞാൻ നോക്കി. അപ്പോൾ സാധാരണ കണ്ടനാണെങ്കിൽ ഇവിടെ അങ്ങനെ കാണാറില്ല. ഇന്ന് ഫുള്ള് കണ്ടൻ ഇവിടെ. ഞാൻ നോക്കിയപ്പം ആ പെമ്പൂച്ചയുടെ അടുത്തുനിന്ന് പാല് കുടിക്കുന്ന പോലെ ഈ അച്ഛൻ പൂച്ചയുടെ അടുത്തുനിന്ന് അവർ പാല് കുടിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ആൺപൂച്ചകൾ ഇങ്ങനെ സാധാരണ കൊച്ചുങ്ങളെയൊക്കെ കടിച്ച് കൊല്ലുകയാണ് പതിവ്. പക്ഷേ ഈ ഒരു അച്ഛൻ പൂച്ച ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്, അത്ഭുതം. പിന്നെ ഇന്ന് പുറത്തൊക്കെ പോയത് കാരണം പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ നമ്മളൊരു മന്തിയാണ് മേടിച്ചത്, പെരി പെരി മന്തി അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പം അത് കൊണ്ടുവന്നു. പക്ഷേ നല്ല സ്വാദായിരുന്നു അത് കേട്ടോ. അപ്പം ഞങ്ങൾ അത് മേടിച്ചിട്ട് ദേ ഇങ്ങനെ കവറൊക്കെ അഴിച്ച് അതിങ്ങനെ, ഞാൻ ഈ കവറൊക്കെ അഴിക്കാനായിട്ട് കുറച്ച് താമസം എടുക്കും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അഴിക്കുള്ളൂ. എന്നിട്ട് ദേ നമ്മുടെ ആ ചോറാണ് ആദ്യം എടുത്തത്, പിന്നെ രണ്ടാമത് എടുത്തത് ചിക്കനാണ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മയണൈസ് അങ്ങനെയൊക്കെയുള്ള സലാഡ് ഒക്കെ ആയിരുന്നു. സാധാരണ നമ്മൾ 7-അപ്പോ അല്ലെങ്കിൽ മിറിൻ്റെയോ ഒക്കെയാണ്. ഇന്ന് നമ്മൾ ആപ്പി ഫീസാണ് മേടിച്ചത് കേട്ടോ. അപ്പം അതൊക്കെ ഇങ്ങനെ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ പോയിട്ട് വന്നപ്പോഴത്തെ തന്നെ 1 മണിയായി. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് 2:30 2 മണിക്ക് ലൈവ് ഉള്ളതാണ്. പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കണമായിരുന്നു, ലൈവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എഴുതണമായിരുന്നു. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊരു വെപ്രാളപ്പെട്ടായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ദേ ആ മന്തിച്ചോറ് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു അതിന്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ഒരു ചിക്കൻ പീസും കൂടെ അങ്ങോട്ട് എടുത്ത് നല്ല ചുമന്നിരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് തന്നെ പെരി പെരി മന്തി എന്നായിരുന്നു. അപ്പം അതിങ്ങനെ ഏതൊരു ഫുഡാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഒരു ചിക്കൻ പീസും കുറച്ച് മയണൈസും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ആ മയണൈസൊക്കെ തുറക്കാൻ എനിക്ക് ഇച്ചിരി പാടാട്ടോ. ഇങ്ങനെയുള്ള പാത്രമൊക്കെ തുറക്കാനായിട്ട് ഞാൻ ഇച്ചിരി പാടാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ സൈഡിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ആ ചോറും മയണൈസും ഇച്ചിരി ചിക്കൻ പീസും കൂടെ അങ്ങോട്ട് പിച്ചി അങ്ങോട്ട് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാദ് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മളത് സത്യം പറഞ്ഞാൽ ഒമാനിയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചത്. അപ്പോൾ സൂപ്പറായിരുന്നു. പിന്നെ ലൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അച്ചുണ്ടല്ലോ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ലൈവൊക്കെ കഴിഞ്ഞ ക്ഷീണമല്ലേ എന്ന് വിചാരിച്ച് ചായക്ക് പകരം ഇതാവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ബോളി മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബോളി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സേമിയ പായസം ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ട് വരും. അപ്പോൾ ആദ്യമേ ഞാൻ ഈ ബോളിയും സേമിയ പായസവും മാത്രമാണ് കഴിച്ചു നോക്കുന്നത്. ഏതാ ടേസ്റ്റ് എന്നറിയാലോ. പഴം പിന്നെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചെറുപഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവൻ എന്ന് പറയും ഇവിടെയൊക്കെ. പിന്നെ അതിന് ശേഷം ഒരു ഞാലിപ്പൂവൻ പഴം എടുത്തു. അതിന് ശേഷം അതും കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഈ ഞാലിപ്പൂവൻ പഴത്തിന് ചെറിയൊരു കട്ടിയുണ്ടല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഞാലിപ്പൂവൻ പഴമായിട്ട് കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബോളി സേമിയ പായസം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടമായത്. അപ്പം ഞാൻ അത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഓണ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, വാവൊക്കെ ആകുമ്പോഴത്തേക്ക് പായസം വെക്കും. പിന്നെ വിശേഷ ദിവസങ്ങളിലല്ലേ പായസം കൂടുതൽ വെക്കുന്നത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഓണ സമയം ആയതുകൊണ്ട് ഇനി മിക്ക ദിവസങ്ങളിലും എല്ലാ വീടുകളിലും പായസമൊക്കെ കൂട്ടിയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ അവിടെ ഒരു മരം കണ്ടില്ലേ. അപ്പം അവിടെയാണെന്നെങ്കിൽ നമ്മൾ വന്നപ്പം ഇതിനകത്ത് 2 മാങ്കോസ്റ്റിനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 2 ദിവസത്തിന് മുമ്പ് ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കളർ വീണ ഒരു മാങ്കോസ്റ്റിൻ കാണുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ എന്തോ ചെയ്തു, വേറൊരു മാങ്കോസ്റ്റിൻ, അത് ചെറുതാണ്, ഇനി ഇതും കൂടെ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് അതും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തോട്ടയുടെ തൈപ്പനൊക്കെ വെച്ച് കെട്ടിയിട്ട് ആ ഒരു ചെറുത് അവിടെ നിന്ന് കളറ് വീണിട്ടില്ല, ഒരു യെല്ലോ കളർ ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ. എന്നാൽ അതിങ്ങനെ പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തോട്ടയിൽ തൈപ്പനൊക്കെ വെച്ച് പറിക്കുന്ന ഒരു സാഹസികതയാണ് നിങ്ങൾ കാണുന്നത്. ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലായത് കാരണം ഇച്ചിരി പാടായിരുന്നു അത് പറിച്ചെടുക്കാൻ. എന്തായാലും ഞാനത് പറിച്ച് അതിനെ താഴെ ഇട്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ഒരു കായാണ്. അപ്പോൾ ഇത് നഷ്ടമാവില്ലല്ലോ എന്ന് വിചാരിച്ച് പറിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ
പൂച്ചക്കുട്ടന്മാർ അവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ കായാണ് കണ്ടോ, ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വന്നപ്പോൾ ഇഷ്ടം പോലെ ഇട്ട് ഇതേ നമ്മുടെ ബട്ടർ അവിടെ ഇരുന്ന് ശീശി വെക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മുടെ പൂച്ചക്കുട്ടന്മാർ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കും, നമ്മളൊന്നും ചെയ്യേണ്ട, ഫുഡ് മാത്രം കൊടുത്താൽ മതി. ഈ കാണുന്നത് നമ്മുടെ സ്ട്രോബെറി പേരയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരെണ്ണം ഇങ്ങനെ വെടിച്ച് കീറി ഇപ്പോൾ ഉണ്ടായിരുന്നു, അത് പറിച്ച് നോക്കി. പക്ഷേ എന്നാൽ അത് കുഴപ്പമില്ലായിരുന്നു. എന്നിരുന്നാലും വേറെ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് രണ്ടുമൊക്കെ ഒന്ന് പറിച്ച് ഇങ്ങനെ ഈർത്തെടുത്ത് കഴിച്ചിട്ട് പിന്നെ പ്രധാനമായിട്ടും പോയത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് നമ്മുടെ അവിടെ ഇങ്ങനെ ഒരു കരിമ്പ് ഇങ്ങനെ മൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ആ കരിമ്പിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ വെട്ടാതിരുന്ന് വേര് വന്നിട്ട് അതിനകത്ത് നിന്നെല്ലാം ഇങ്ങനെ പൊട്ടിക്കിളിപ്പും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി അതൊന്ന് വെട്ടി നോക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. പിന്നെ ഇനി അടുത്തതായിട്ട് കരിമ്പ് വെട്ടാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ദേ ഈ കരിമ്പെല്ലാം വെട്ടി ഇങ്ങനെ കൊണ്ടുവന്നു. അതിനുശേഷം അതിൻ്റെ മണ്ടയിലുള്ള ആ ഒരു കിളിച്ച ഭാഗമെല്ലാം വെട്ടിക്കളഞ്ഞു കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്ത് ഞാനൊന്ന് രുചിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങ് വിളഞ്ഞ് അങ്ങ് മൂത്തുപോയി. അപ്പം സാധാരണ വിളഞ്ഞ കരിമ്പ് കഴിക്കുന്നതും ഇത്രയും ഒരുപാട് അങ്ങ് മൂത്ത് പോയിട്ട് ആ ഒരു ഇത് കഴിഞ്ഞിട്ടുള്ളത് കഴിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിരുന്നേനെ. പക്ഷേ എന്നിരുന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ദേ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഒന്ന് കടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഭാഗം അച്ചുവിന് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് രുചിച്ച് നോക്കിയാൽ പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചക്കൊച്ചുങ്ങൾ വീണ്ടും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഒരു കളി കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെപ്പോഴും ഈ ചെടികളുടെ അടുത്തും അല്ലെങ്കിൽ പറമ്പിലോ അല്ലെങ്കിൽ ഈ പൂച്ചകളുടെ അടുത്തും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ അവൻ്റെ നമ്മുടെ തടിപ്പുറത്ത് വന്നിരുന്നപ്പോൾ ഒന്ന് തടവി. അപ്പോൾ നമ്മുടെ മറ്റേ പൂച്ചക്കുഞ്ഞ് താഴെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളും ഇതേപോലുള്ള പൂച്ചക്കുഞ്ഞുങ്ങളുടെ കളികളും നമ്മുടെ പറമ്പിലുള്ള പഴങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ. അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ.